ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 86. കത്തോലിക്ക സഭയുടെ മതബോധനം 1098. ആരാധനാ സമൂഹം തങ്ങളുടെ കർത്താവിനെ കണ്ടുമുട്ടാനും ഒരുക്കമുള്ള ഒരു ജനമായി മാറാനും സ്വയം ഒരുങ്ങേണ്ടതുണ്ട്. ഹൃദയങ്ങളുടെ ഈ ഒരുക്കം എന്നത് പരിശുദ്ധാത്മാവിൻ്റെയും സഭയുടെയും വിശേഷിച്ച് അതിലെ ശുശ്രൂഷകരുടെയും സംയുക്തമായ പ്രവർത്തനമാണ്. വിശ്വാസം, ഹൃദയ പരിവർത്തനം, പിതൃഹൃദയത്തോടുള്ള വിശ്വസ്തത എന്നിവ ഉണർത്താനാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ താല്പര്യപ്പെടുന്നത്. ഈ മനോഭാവം ആരാധനാക്രമത്തിന്റെ ആഘോഷത്തിൽ നൽകപ്പെടുന്ന മറ്റ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനും ഈ ആഘോഷം പിന്നീട് പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്ന പുതുജീവിതത്തിന്റെ ഫലങ്ങൾക്കുമുള്ള മുൻ വ്യവസ്ഥകളാണ്. അതിൻ്റെ ഇംഗ്ലീഷ് കൂടി ഞാനത് വായിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1098. The assembly should prepare itself to encounter its Lord and to become a people well disposed. The preparation of hearts is the joint work of the Holy Spirit and the assembly, especially of its ministers. The grace of the Holy Spirit seeks to awaken faith, conversion of heart, and adherence to the Father's will. These dispositions are the precondition both for the reception of other graces conferred in the celebration itself and the fruits of new life which the celebration is intended to produce afterward. അത്ര ഗഹനമായ സംഗതികളല്ല, എങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. ഈ ഹൃദയത്തിൻ്റെ സജീവവും ആന്തരികമായ രൂപാന്തരമില്ലാതെ ലിറ്റർജി അനുഭവവേദ്യമാകുന്നില്ല, അർത്ഥപൂർണമാകുന്നില്ല എന്നൊരാശയമാണ് ഈ ഖണ്ഡികയിൽ പറയുന്നത്. ഹൃദയത്തിൻ്റെ സജീവവും ആന്തരികമായ രൂപാന്തരം അതുണ്ടെങ്കിൽ ലിറ്റർജി അർത്ഥപൂർണമാകും, അനുഭവവേദ്യമാകും. ഈ രൂപാന്തരം ഉളവാക്കുന്നത് രണ്ട് പേര് ഒരുമിച്ചാണ്. ഒന്ന് പരിശുദ്ധ റൂഹ, മറ്റൊന്ന് സഭ. സഭയും പരിശുദ്ധ റൂഹയും ഒരുമിച്ചാണ് ഈ ഈ ഈ രൂപാന്തരം ഉളവാക്കുന്നത് വ്യക്തികളിൽ. ഈ രൂപാന്തരം സംഭവിച്ചാൽ പള്ളിയിലെ 4 ചുമരുകൾക്ക് പുറത്തും അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും സത്യവിശ്വാസികൾ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. ഇതിലൊരു ഒരു സഭാത്മകമാനം, പിന്നെ ദൈവശാസ്ത്രമാനം, അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന് അതിൻ്റെ സഭാത്മകമാനം, ഈ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന ദ എക്ലേസിയൽ ഡൈമെൻഷൻ. അതിനകത്ത് തന്നെ നമുക്കൊരു 3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, ഐക്യപ്പെട്ട സമുദായമാണ് സഭ. ഐക്യപ്പെട്ട സമുദായമാണ് സഭ. ദ ചർച്ച് ഈസ് എ യൂണിഫൈഡ് അസംബ്ലി. ദ ചർച്ച് ഈസ് എ യൂണിഫൈഡ് അസംബ്ലി. സഭ എന്നത് പ്രഥമമായി ആരാധനാ സമൂഹമാണ്. വചനത്താലും കൂദാശകളാലും കൂട്ടിക്കെട്ടപ്പെട്ട ഐക്യത പ്രാപിച്ച സമുദായം. ഇത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ പലപ്പോഴും വൈദികരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഉപദേശങ്ങളാണ് ഇപ്പോഴും, ധാർമ്മിക പ്രബോധനങ്ങളാണ് ഇപ്പോഴും, സുവിശേഷ പ്രഘോഷണമില്ല. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി എന്ന് പൗലോസിലേക്ക് പറഞ്ഞിട്ടുണ്ട്, റോമാലേഖനം 1:17. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. പക്ഷെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് പകരം വൈദികർ ഇങ്ങനെ നമ്പർ ഇട്ട് നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ 1 2 3 4. അതല്ല വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ജനങ്ങൾക്കറിയാം ഉപദേശം വേണ്ട, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കുക. അപ്പോൾ വചനം കൊടുക്കുക, വചനത്തിന് ജീവൻ വയ്ക്കുന്ന കൂദാശ കൊടുക്കുക. ഉപദേശമല്ല കൊടുക്കേണ്ടത്, വചനമാണ്. വചനം വ്യാഖ്യാനിക്കണം, അതിൻ്റെ ഹീബ്രും ഗ്രീക്കും ഒക്കെ അറിയണം, അതിൻ്റെ പശ്ചാത്തലം അറിയണം, ചരിത്രം അറിയണം, എന്നിട്ട് അതിന് ഇന്നത്തെ ദൈവശാസ്ത്രം അറിയണം. അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പോഴാണ് വചനം വ്യാഖ്യാനമാകുക. കുർബാനയ്ക്കിടയിൽ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ ലിറ്റർജി. അപ്പോൾ കൂദാശയും മറ്റു കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിയേ വചനവ്യാഖ്യാനം പള്ളിയിൽ പറ്റൂ. പക്ഷേ അത് സംഭവിക്കുന്നില്ല. കൂദാശകളാലും വചനത്താലും കൂട്ടിക്കെട്ടപ്പെട്ട ഐക്യത പ്രാപിച്ച സമുദായമാണ് ഈ സഭ എന്ന് പറയുന്നത്. അതായത് സഭയുടെ സംഘാത സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. മോരും മുതിരയും പോലെ വ്യക്തികളൊന്ന്, സഭ വേറൊന്ന്, അങ്ങനെയല്ല. വ്യക്തികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ സഭയാകൂല്ല. ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്ന കുർബാനയിൽ, ലിറ്റർജിയിൽ. ഒരേ ശരീരം, ക്രിസ്തുവിൻ്റെ ഒരേ ശരീരവും ഒരേ രക്തമാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഒരൊറ്റ ശരീരമായി തീർന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സഭ. ക്രിസ്തുവിൽ എല്ലാവരും ഒറ്റയായി തീർന്നിരിക്കുന്നു, ഒറ്റക്കെട്ടായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ ഒറ്റക്കെട്ടായി തീർന്നിട്ട് പിന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ട് വേറെ രൂപതക്കാർ ക്രിസ്തുവിനോട് ചേരാതെ
മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒറ്റക്കെട്ടെന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ കെട്ടാണ്, അല്ലാതെ കർത്താവിൻ്റെ ഒറ്റക്കെട്ടല്ല. അതാണ് ഈ ഐക്യപ്പെട്ട സമുദായമാണ് സഭ. ഈ ഐക്യപ്പെടുത്തുന്ന കൂദാശ എന്ന് പറയുന്നത് ഐക്യപ്പെടുത്ത കൂദാശ എന്നത് കുർബാനയാണ്. കുർബാനയ്ക്ക് ഏകീകൃത രൂപമില്ലെങ്കിൽ സഭയിൽ ഐക്യമുണ്ടാകില്ല. ലോകത്തെ മറ്റെല്ലാ സഭകളിലും ഐക്യമുണ്ടാവുകയും സീറോ മലബാർ സഭയിൽ ഐക്യമില്ലാതിരിക്കുകയും ചെയ്യുന്നതിന് കാരണം ഓരോ രൂപതകളും ഇങ്ങനെ സ്വതന്ത്ര സഭകളെ പോലെ, സൂയിയുടെ സഭകളെ പോലെയാണ് ഓരോ രൂപതയും. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് കാരണം ഏകീകൃത സ്വഭാവമുള്ള കുർബാന ഇല്ല. ഏകീകൃത കുർബാന ഉണ്ടെന്ന് പറയുന്നത് ശരി ആയിട്ടില്ല. ചില രൂപതയിൽ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വെച്ച് കുർബാന തുടങ്ങുന്നു. വിശുദ്ധീകരണത്തിന്റെ ബലിയിടുമ്പോൾ സകലരും ചേർന്ന് ചൊല്ലുന്നു. പാപമോചനം ജനങ്ങൾ കൊടുക്കുന്നു. പിന്നെന്തിനാ ശുശ്രൂഷ പൗരോഹിത്യം? നല്ല പ്രാർത്ഥനകളൊക്കെ ജനങ്ങളിൽ കൂടി ചെല്ലട്ടെ എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്തിനാ വൈദികര്? നമ്മൾ പെന്തക്കോസ്ത സമുദായമാണോ? യഹോവ സാക്ഷികളാണോ? നമ്മൾ ക്രിസ്റ്റഡൽഫിൻസ് ആണോ? ഈ ദൈവസഭ എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ പെന്തക്കോസ്തക്കാരുണ്ട്, അവരാണോ? നമ്മൾ പരിശുദ്ധ തിരുസഭയല്ലേ? അപ്പൊ അതിനകത്ത് ഹൈറാർക്കി ഇല്ലേ? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു സഭയുടെ സംഘാത സ്വഭാവം എന്ന് പറയുന്നത് ഈ വചനത്താലും കൂദാശകളും കൂട്ടിക്കെട്ടപ്പെട്ടതാണ്. വചനം വേണം അവിടെ. ധാർമ്മിക ഉപദേശം, സദാചാര ഉപദേശമല്ല, വചനം പ്രഘോഷണം, വചന വ്യാഖ്യാനം, പിന്നെ വചനത്തിന് ജീവൻ വയ്ക്കുന്ന കൂദാശ. ഇത് രണ്ടുമാണ് നമ്മളെ സഭയാക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കത്തോലിക്ക സഭയിൽ കുർബാന ഇല്ലെന്ന് വിചാരിക്കുക, ലിറ്റർജി ഇല്ലെന്ന് വിചാരിക്കുക, പിന്നെ ഇതൊരു വെറും സാമൂഹിക സംഘടനയായിട്ട് മാറില്ലേ? ഒരു മത ക്ലബായിട്ട് മാറില്ലേ? എന്താണ് പെന്തക്കോസ്തക്കാരുടെ പ്രശ്നം? യഹോവ സാക്ഷികളുടെ ദൈവസഭക്കാരുടെ പ്രശ്നം? അതൊരു മത ക്ലബാണ്, സഭയല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ സഭയാവില്ലല്ലോ. കൂദാശയില്ലാതെ എങ്ങനെ സഭയാകും? കൂദാശയില്ലെങ്കിൽ മറ്റ് സമുദായങ്ങളും നമ്മുടെ സമുദായങ്ങളിൽ എന്താണ് വ്യത്യാസം? രണ്ടാമത്തെ കാര്യം, ദ എക്ലേസിയൽ ഡയമെൻഷൻ എന്ന രണ്ടാമത്തെ കാര്യം സിനർജി എന്ന് പറയും. സിനർജി, കൂട്ടായ പ്രവർത്തനം, ജോയിന്റ് വർക്ക്, അല്ലെങ്കിൽ സഹകരണം എന്ന് പറയാം, കോഓപ്പറേഷൻ. സിനർജി എന്ന വാക്കാണ് ഉപയോഗിക്കുക. കൂട്ടായ പ്രവർത്തനം. എർഗോസ് എന്ന വാക്കിന് പ്രവർത്തിക്കുക, പ്രവൃത്തി എന്നാണ് അർത്ഥം. എർഗോൺ, പ്രവൃത്തി. സീൻ എന്ന് വെച്ചാൽ ഒരുമിച്ച്, ഒറ്റക്കെട്ടായി. അപ്പോൾ ഒരുമിച്ചുള്ള പ്രവർത്തനം. സഭ എന്നത് ഒരു നിർജീവ അവസ്ഥയല്ല, ചത്ത അവസ്ഥയല്ല. മനുഷ്യ സമുദായവും ദൈവിക യാഥാർത്ഥ്യ പരിശുദ്ധ റൂഹായും ഒരുമിച്ച് മനുഷ്യ ഹൃദയങ്ങളെ സജ്ജമാക്കുകയാണ്. മനുഷ്യ സമുദായം എന്ന സഭ, മനുഷ്യ സമുദായവും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായും ഒരുമിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളെ സജ്ജമാക്കുകയാണ്, ഒരുക്കുകയാണ്. ഈ സഭ റൂഹ സഹകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ റൂഹായുടെ സഹകരണം, സഭയുടെ സഹകരണം, ഇത് രണ്ടും ഒരുമിച്ച് നടക്കുകയാണ്. പരിശുദ്ധ റൂഹായും സഭയും ഒരുമിച്ചാണ് മനുഷ്യ വ്യക്തികളിൽ ഈ ഹൃദയങ്ങളെ ഒരുക്കുന്നത്, സജ്ജമാക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു അധികാര ഘടനയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ പറയുകയാണ്, ഈ കൂട്ടായ പ്രവർത്തനത്തിൽ പദവിയിലുള്ളവർക്ക്, ശുശ്രൂഷയിൽ, മിനിസ്റ്റേഴ്സ്, അവർക്ക് ചില വിശേഷപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ഐക്യപ്പെട്ട ഒരു ശരീരമാണ് സഭയെങ്കിലും ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ആ പല അവയവങ്ങളിൽ ചില അവയവങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട്. ഇപ്പം ബ്രെയിനുള്ള അതേ പ്രാധാന്യം ഈ വിരലിനില്ല. ബ്രെയിൻ പോയാൽ മരിച്ചു, ഈ വിരൽ പോയാലും ജീവിക്കാം. ഈ ബ്രെയിൻ, ഹാർട്ട്, അങ്ങനെ ചില അവയവങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട്. അതുപോലെയാണ് സഭയിൽ. പക്ഷേ ആ ബ്രെയിൻ തന്നെ മാനസിക വട്ട് വന്നാലോ, ഈ നേതൃത്വത്തിന് ഭ്രാന്ത് പിടിച്ചാൽ, ഇപ്പം അതാ സംഭവിച്ചിരിക്കുന്നത്. വിശുദ്ധീകരണത്തിന് ബലിപീഠം എല്ലാവരും ചൊല്ലൂ, ഞാൻ കൊടുക്കുന്ന പാപമോചനത്തിന്റെ ആ അബ്സല്യൂഷൻ പ്രൊമോഷൻ നിങ്ങൾ എല്ലാവരും ചൊല്ലൂ, എല്ലാ പ്രാർത്ഥന എല്ലാവരും ചൊല്ലൂ. പിന്നെ എന്തിനാ മിനിസ്റ്റേഴ്സ്? പിന്നെ എന്തിനാ ശുശ്രൂഷകർ? എന്തിനാ ശുശ്രൂഷ പൗരോഹിത്യം? കർത്താവ് സ്ഥാപിച്ച ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കി അറിഞ്ഞോ അറിയാതെ വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ഈ പ്രസംഗം പോലും കേൾക്കാൻ അവർ തയ്യാറല്ല. കാരണം എന്താ? ഞങ്ങൾക്കെല്ലാം അറിയാം. എന്നിട്ട് അവർ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. ശുശ്രൂഷകരുടെ ഉത്തരവാദിത്തം ജനങ്ങളെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസിക നില അനുസരിച്ചും മനഃശാസ്ത്രം അനുസരിച്ചും ഈ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ഈ വിവിധ പ്രത്യയശാസ്ത്രങ്ങൾ അനുസരിച്ചും ഈ സഭയെ നയിച്ചാൽ ആ സഭ നശിക്കും. കർത്താവ് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, കർത്താവിൻ്റെ സഭയായതുകൊണ്ട്. പക്ഷേ നിങ്ങളതിനെ ശുശ്രൂഷകർ, ഇടയന്മാർ തെറ്റിപ്പോയാൽ
അജഗണത്തിന് വലിയ ദോഷമുണ്ടാകും, ഡാമേജ് ഉണ്ടാകും. തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ സഭയെ സംരക്ഷിക്കും. പക്ഷേ ഇടയന്മാരെ, അത് മെത്രാന്മാരും വൈദികരും ഇടയന്മാരെ നിങ്ങൾ തെറ്റായിട്ട് നയിക്കുന്നു. ഈ അധികാര ഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാനാണ്. കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാൻ. നിങ്ങൾ തോന്നിവാസം ചെയ്യാനല്ല. ഞാനും എൻ്റെയും തോന്നിവാസം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ട്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സഭാത്മക കാര്യങ്ങൾ. ദൈവശാസ്ത്ര ചക്രവാളം ഒരു മിക്കവാറും എല്ലാവരും നമ്മൾ കാണുന്ന സംഗതിയാണ്. ദൈവശാസ്ത്രം പറയുമ്പോൾ ത്രിത്വാത്മക മാനം, ട്രിനിറ്റേറിയൻ ആക്ഷൻ, പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തി, പരിശുദ്ധ റൂഹയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വിശ്വാസം, ഹൃദയപരിവർത്തനം, ദൈവത്തിൻ്റെ ദൈവഹിതത്തോടുള്ള വിധേയത്വം, ഇവ ഉളവാക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. വിശ്വാസം, ഹൃദയപരിവർത്തനം, ദൈവഹിതത്തോടുള്ള വിധേയത്വം, ഇത് നമ്മിൽ ഉളവാക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. ദൈവപിതാവിൻ്റെ ഹിതത്തോടുള്ള, ഇഷ്ടത്തോടുള്ള, ചിത്തത്തോടുള്ള വിശ്വസ്തത പുലർത്തുകയാണ് പരിശുദ്ധ റൂഹ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. ദൈവപിതാവിൻ്റെ ഹിതത്തോട് നമ്മൾ വിധേയപ്പെടുക, ദൈവപിതാവിൻ്റെ ഹിതത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തുക. അപ്പോൾ ദൈവപിതാവ് അവിടെയുണ്ട്, പരിശുദ്ധ റൂഹ പ്രവർത്തിക്കുന്നു. ദൈവപിതാവിൻ്റെ ഹിതത്തോട് വിശ്വസ്ത പുലർത്താനായിട്ടാണ് പരിശുദ്ധാത്മ നമ്മൾ പറയണേ. അപ്പോൾ ദൈവപിതാവ് അവിടെയുണ്ട്. 3, ക്രിസ്തുവുമായുള്ളൊരു കൂടിക്കാഴ്ചയാണ് ലിറ്റർജി. പുത്രൻ തമ്പുരാനുള്ള കൂടിക്കാഴ്ചയിലൂടെയാണ് ഈ പറഞ്ഞ വിശ്വാസം, ഹൃദയപരിവർത്തനം, ദൈവഹിതമുള്ള വിധേയത്തൊക്കെ സംഭവിക്കുക. പുത്രൻ തമ്പുരാനുള്ള കൂടിക്കാഴ്ച. അപ്പോൾ പരിശുദ്ധ റൂഹ പ്രവർത്തിക്കുന്നു. ദൈവപിതാവിൻ്റെ ഹിതത്തുള്ള വിശ്വസ്തത, പുത്രൻ തമ്പുരാനുമായുള്ള കൂടിക്കാഴ്ച, ദൈവശാസ്ത്രം. അതിൻ്റെ കൂട്ടത്തിൽ കൃപയുടെ അനിവാര്യത, ദ നെസസിറ്റി ഓഫ് ഗ്രേസ്. മാനുഷിക പ്രവർത്തികൾ കൊണ്ട് മാത്രം യഥാർത്ഥ ആധ്യാത്മികം ഉണ്ടാകില്ല. പരിശുദ്ധ റൂഹയുടെ കൃപയാണ് വിശ്വാസത്തെ ഉദ്ദീപിക്കുന്നത്, അത് ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സംഗതിയാണ്, നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ കേട്ടില്ലേ, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് മതം വേണ്ട, മതം മാനുഷികമായ മനുഷ്യരുണ്ടാക്കിയതാണ്. അച്ഛന്മാരെ ഗ്രൂപ്പിൽ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു, മതം മനുഷ്യരുണ്ടാക്കിയതാണ്. അവർക്ക് ബൈബിൾ വല്ലതും അറിയോ? തിരുവചനം വല്ലതും അറിയോ? യെശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായം അറിയോ? ദൈവം എങ്ങനെ സൃഷ്ടിച്ചെന്നറിയോ? ഈ മോട്ടിവേഷൻ സ്പീച്ച് അവിടെ ഇവിടെയും കാണുന്ന ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ളതൊക്കെ അച്ഛന്മാരെ ഗ്രൂപ്പിലിട്ടിട്ട് മതം മനുഷ്യ സൃഷ്ടിയാണെന്നും പറഞ്ഞ് അച്ഛന്മാരും നടക്കുക. എന്താ ഉത്തരം പറയുക? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. നമ്മുടെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവരെ നേർവഴിക്ക് നയിക്കാൻ ആ ഗ്രൂപ്പിലുള്ള മെത്രാന്മാരും ശ്രമിക്കുന്നില്ല. അവർക്കൊന്നും നോക്കാൻ നേരമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് മോണിറ്റർ ചെയ്യാനായിട്ട് ദൈവശാസ്ത്രന്മാരെ വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പാഷാണ്ഡതയാണ് മിക്ക വൈദിക ഗ്രൂപ്പിലും പ്രചരിക്കുന്നത്. പാഷാണ്ഡത, അവിടെ ഇവിടെയും കാണുന്നതും കേൾക്കുന്നതുമായ മോട്ടിവേഷൻ സംഗതികളൊക്കെ, അതിന് ചിലപ്പോൾ അന്ധമായ സൈക്കോളജി. ബൈബിൾ അവിടെ ഇല്ല, ദൈവശാസ്ത്രം അവിടെ ഇല്ല. ബൈബിൾ ഏതാണ്ട് തീരെ പൊട്ടന്മാർ എഴുതിയതാണ്, പണ്ട് കാലത്ത് ആരോ ബോധമല്ലാണ്ട് എഴുതിയതാണ് മട്ടിലാണ് അച്ഛന്മാരിയ്ക്കണേ. ബൈബിൾ പറഞ്ഞത് വിശ്വസിക്കേണ്ട, ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൽ വളരെയധികം പേരും ഫേമസ് സ്പീക്കേഴ്സൊക്കെയാണ്. പക്ഷേ അവർ പറയുന്നതിൻ്റെ യുക്തി അവരോട് ചോദിച്ചാൽ അവർ പെട്ടുപോകും. അവരിങ്ങനെ ചില ചോദ്യങ്ങൾ കൊടുത്ത്, ചില ചോദ്യങ്ങളും അല്ലേ മുൻകൂട്ടി എഴുതി കൊടുത്ത ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുകയല്ലേ. ISRO ചെയർമാൻ പറഞ്ഞു, ഞാൻ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ISRO ചെയർമാൻ അല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ പോലെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ISRO ചെയർമാനാണോ ദൈവത്തെ സൃഷ്ടിക്കുന്നതും ഉണ്ടാക്കുന്നതും വേണ്ടെന്ന് നോക്കുന്നതൊക്കെ? കഷ്ടം. അപ്പോൾ ചിലർ പറയാണ്, ഇപ്പം നിങ്ങൾ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ കരാട്ടെ പഠിപ്പിക്കുന്ന ആൾ പറയാണ്, നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ പറ്റും, നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല, പള്ളി പോകേണ്ട കാര്യമില്ല, നമ്മൾ ചില സൽപ്രവൃത്തികൾ ചെയ്താൽ മതി. അതും കേട്ട് പിള്ളേർ വരികയാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിവില്ല, നേരമില്ല. അപ്പോൾ ഈ കുട്ടികൾ അവരുടെ കരാട്ടെ മാസ്റ്ററെയാണ് ഹീറോ ആയിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊച്ചുങ്ങളെ നോക്കാൻ വരുന്ന ആയ പറഞ്ഞു 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 4ാമത്തെ സ്റ്റെപ്പ് വെച്ചാൽ അത് അശുഭമാണ്, അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് പൊളിച്ച് കളയണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുട്ടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പുറത്ത് വെച്ചാൽ ആ വീട്ടുകാർ നശിച്ചു പോകും. ഇതൊക്കെ ആയ പറഞ്ഞു കൊടുക്കുകയാണ്, ഹിന്ദുവായ ആയ പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ല നമ്മുടെ മക്കൾ പഠിച്ചു. പള്ളിയിൽ അച്ഛന് വചനം പറയാൻ നേരമില്ല, ഇതൊക്കെ അന്വേഷിക്കാനും നേരമില്ല. നമുക്കാണെങ്കിൽ പണം സമ്പാദിക്കുന്നതിനിടയിൽ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് നമ്മൾ വേറെ ആൾക്കാരെ നിർത്തിയിരിക്കുക.
ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ മക്കളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റു മതത്തിലേക്ക് പോകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടും. പക്ഷേ എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നതെന്ന് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണ്ടേ, ഞാനും ചിന്തിക്കണ്ടേ. ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു കാര്യം എന്താ? ലിറ്റർജിക്കൽ ഡൈമെൻഷൻ, ആരാധനക്രമ ചക്രവാളം. എന്താണത്? ആരാധന ഒരു കൂടിക്കാഴ്ചയാണ്. വർഷിപ്പ് ഇസ് എൻ എൻകൗണ്ടർ. ഒരു നാടകമോ യാന്ത്രികമായ ഒരു ആചാരമോ അല്ല ലിറ്റർജി, ഒരു ചടങ്ങല്ല ലിറ്റർജി. സഭ തങ്ങളുടെ കർത്താവിനെ നേരിട്ട് കണ്ടുമുട്ടുന്ന മണിക്കൂറാണ് ലിറ്റർജി. സഭ എന്ന സജീവ സമുദായവും ക്രിസ്തു എന്ന സജീവ ആളും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ലിറ്റർജി. ആരാധന ഒരു കൂടിക്കാഴ്ചയാണ്. ആരാധന ഒരു കൂടിക്കാഴ്ചയാണ്. സഭയും അവളുടെ നാഥനും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ട ഒരുക്കം നമ്മൾ നടത്തണം. നമ്മളൊരു കൂടിക്കാഴ്ച നടത്താൻ പോകുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ കാണുന്ന ഒരു എന്താ പറയുക രീതി ഞാൻ പറയുകയാണ്. കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ കുർബാനയോട് കർത്താവിനോട് വർത്തമാനം പറയാതെ നമ്മൾ അച്ഛനും ജനങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. വർത്തമാനം വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങളുടെ വീട്ടിലൊരു മെത്രാനച്ചൻ വന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് മെത്രാനച്ചനോട് മിണ്ടാതെ നിങ്ങൾ തമ്മിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ എന്തുമാത്രം വിഷമം ഉണ്ടാകും മെത്രാന്? നിങ്ങൾ മെത്രാനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, മെത്രാന് ഇരിപ്പിടം കൊടുത്തു, എന്നിട്ട് മെത്രാനെ കേൾക്കാതെ മെത്രാനോട് മിണ്ടാതെ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞിരുന്നാൽ ഈ ഒരു അവസ്ഥയാണ്. ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആട്ട് അച്ഛൻ മൈക്കെടുത്തിട്ട് പറയാണ്, നമുക്ക് നമ്മുടെ കുടുംബത്തെ പറ്റി ഓർക്കാം. ഈ കർത്താവോട് ഇരിക്കുന്നില്ല, കർത്താവിനോടൊന്നും മിണ്ടണ്ടേ? നമുക്ക് കുടുംബത്തെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഈ കർത്താവിനോടൊന്നും മിണ്ടണ്ടേ? കർത്താവ് നീ എഴുന്നള്ളിയിരിക്കുന്നല്ലോ, നീ നിന്റെ പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്നല്ലോ, നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തൊട്ട് മുമ്പല്ലേ വന്നത് ദിവ്യകാരണത്തിലൂടെ, ഞങ്ങളുമായിട്ട് ഒന്നായി, ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ഞങ്ങൾ ചുറ്റും വലയം ചെയ്തിരിക്കുകയാണ്, നീ എന്തൊരു സ്നേഹമാണിത് എന്ന് അവനോട് രണ്ടു വാക്ക് പറയണ്ടേ? അപ്പൊ ഈ ആന്തരിക ഒരുക്കം എന്ന് പറഞ്ഞാൽ കർത്താവുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് കുറെ സംഗതികളുണ്ട്. ഈ കുർബാനയുടെ ആഘോഷത്തിന് പ്രവർത്തനക്ഷമത അടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ അവരുമായുള്ള കൂടിക്കാഴ്ചകളുടെ ആന്തരിക ഒരുക്കത്തിലാണ്. കൂദാശകൾ നൽകപ്പെടുന്ന കൃപയുടെ പൂട്ട് പൊളിച്ചിട്ട് അത് സ്വീകരിക്കാൻ സഭാംഗങ്ങൾ ഈ മനോഭാവം, കൂടിക്കാഴ്ചയുടെ മനോഭാവം, മാനസിക നില, അതൊരു മുൻ വ്യവസ്ഥയാണെന്നാണ് ഈ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ആന്തരിക മനോഭാവം ആരാധനയിലൂടെ ലഭിക്കുന്ന മറ്റ് അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനമാണ്. ഈ ആന്തരിക മനോഭാവം, കൂടിക്കാഴ്ചയുടെ മനോഭാവം, എങ്കിലേ ആരാധന ലഭിക്കുന്ന മറ്റ് അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹം കിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നാലാമത്തത് ആധ്യാത്മിക ചക്രവാളം, ദ സ്പിരിച്വൽ ഡൈമെൻഷൻ. ഞാൻ പറഞ്ഞു ഹൃദയ ഒരുക്കത്തിൻ്റെ അനിവാര്യത, ഹൃദയ പരിവർത്തനത്തിൻ്റെ അനിവാര്യത. കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ എല്ലാവരും ഒരുങ്ങണം, മനസ്സുകൊണ്ട് ഒരുങ്ങണം. മനസ്സുകൊണ്ട് ഒരുങ്ങുന്നത് എങ്ങനെയാണ്? ഒന്ന്, തിരുവചനം വായിക്കുക, പിന്നെ കുറേ അല്പനേരം ധ്യാനിക്കുക, മൗനത്തിലായിരിക്കുക. യഥാർത്ഥ ആധ്യാത്മികതയ്ക്ക് നൈരന്തര്യമുള്ള മാനസാന്തരം വേണമെന്ന് പറയുക. എന്താണ് ഈ നൈരന്തര്യമായ മാനസാന്തരം? കോൺവേർഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. കോൺവേർഷൻ, കോൺ എന്ന് വെച്ചാൽ തിരിയുക. ഓരോ ഘട്ടത്തിലും കർത്താവിലേക്ക് തിരിഞ്ഞിട്ട് കർത്താവ് എന്ന് പറയുന്നു. ഓരോ നിമിഷം കർത്താവിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. പാപത്തിൽ നിന്ന് പിന്തിരിയുന്നത് മാത്രമല്ല മാനസാന്തരം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിലേക്ക് തിരിഞ്ഞിട്ട് കർത്താവെ നിന്റെ അഭിപ്രായം എന്ത്, നിന്റെ നിലപാട് എന്ത്, അങ്ങനെ അവനോട് ചർച്ച ചെയ്യുന്നതാണ് ഈ കൂടിക്കാഴ്ച. നിരന്തരമായ കൂടിക്കാഴ്ച വചനത്തിലൂടെ ഉണ്ടായാൽ കൂദാശയിൽ, ലിറ്റർജിയിൽ കൂടിക്കാഴ്ച നടക്കും. ഇതാണ് ഒരുക്കം, ഇതാണ് ആന്തരിക ഒരുക്കം. ഇങ്ങനെ കൂടിക്കാഴ്ച വചനത്തിലൂടെ കൂടിക്കാഴ്ച നടത്തിയാലേ, നിരന്തരമായി കൂടിക്കാഴ്ച നടത്തിയാലേ, നിരന്തരമായ സ്ഥായിയായ എപ്പോഴും ഉണ്ടാകുന്ന മാനസാന്തരം, ദൈവത്തിലേക്കുള്ള തിരിച്ചിൽ ഉണ്ടായാലേ കൂദാശയിൽ കർത്താവുമായി കൂടിക്കാഴ്ച നടക്കൂ. അപ്പോൾ ഈ പള്ളിക്ക് പുറത്തും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന് ശേഷം ഈ പൊതുജീവിതത്തിൻ്റെ പെരുമാറ്റ രീതി പള്ളിക്ക് പുറത്തുണ്ടാകും. പള്ളിയിൽ നമ്മൾ കർത്താവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വിചാരിക്കുക, അത് സംഭവിച്ചാൽ പുറത്ത് പോയിട്ട് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ രക്ഷയിൽ, നമ്മുടെ രക്ഷയിൽ ദൈവകൃപയും നമ്മുടെ സഹകരണവും എങ്ങനെ ഒത്തുപോകുന്നുവെന്ന് സഭ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ദൈവകൃപയ്ക്ക് മാത്രമേ മനുഷ്യൻ മാറ്റം വരുത്താൻ കഴിയൂ. സൽപ്രവൃത്തികൾ ചെയ്താൽ മതി രക്ഷ പ്രാപിക്കാൻ എന്ന തെറ്റായ പ്രത്യയശാസ്ത്രം നമ്മുടെ മക്കൾ പഠിച്ചു വെച്ചിരിക്കാൻ സാധ്യതയുണ്ട്. തിരുത്തണം.
അങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടയ്ക്ക് വേണ്ട ലോകം എത്രയോ നന്നാകുമായിരുന്നു. ഇച്ചിരി സന്മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറില്ലേ, ആ സന്മനസ്സിൻ്റെ കുറവ് നമ്മിൽ എല്ലാവരിലും ഉണ്ട്, എന്നിലും നിങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് മറ്റൊരാൾ രക്ഷിച്ചാലേ രക്ഷ പ്രാപിക്കാൻ പറ്റൂ. നമ്മെ മറ്റൊരാൾ എടുത്ത് പൊക്കിയാലേ നമുക്ക് അവിടെ പൊങ്ങാൻ പറ്റൂ. അത്രയും വലിയ വീഴ്ചയിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി സന്മനസ്സുണ്ടായാൽ മതി, സൽപ്രവൃത്തികൾ ചെയ്താൽ മതി, രക്ഷ പ്രാപിക്കും എന്ന തെറ്റായ പ്രത്യയശാസ്ത്രം നമ്മൾ വിശ്വസിക്കരുത്, പഠിപ്പിക്കരുത്. അത് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. ഇതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ ടോക്കിലും എല്ലാം വിശദീകരിക്കാൻ പറ്റത്തില്ലല്ലോ. പരിശുദ്ധ റൂഹ തീർച്ചയായിട്ടും മനുഷ്യൻ നിർബന്ധിക്കില്ല. വിശ്വാസവും മാനസാന്തരവും ഉണർത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ അത് പരിശുദ്ധ റൂഹയായിട്ട് സഹകരിക്കുമ്പോഴാണ് കർത്താവുമായി കൂടിക്കാഴ്ച നടക്കുന്നതും ദൈവപിതാവിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുന്നതും. പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുന്നത് കിട്ടാനല്ല, ദൈവഹിതം തിരിച്ചറിയാനും അതിന് വിധേയപ്പെടാനുമാണ്. തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം, നമുക്ക് പറയാം, കർത്താവിനോട് പറയാം. പക്ഷേ എന്നിട്ട് അവൻ്റെ ഹിതം എന്തെന്ന് കേൾക്കാൻ നമ്മളൊന്ന് ഇരിക്കണം. അവൻ്റെ ഹിതം കേട്ട് കഴിയുമ്പോൾ അതിന് വിധേയപ്പെടാൻ, ഇതാണ് പരിശുദ്ധ റൂഹ നമ്മെ ശക്തിപ്പെടുത്തുന്നത്. വിശ്വാസവും പരിവർത്തനവും തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ സഹകരിക്കുമ്പോൾ അത് സംഭവിക്കും. നാം പറയുന്നതെല്ലാം ദൈവം ചെയ്തു തരണമെങ്കിൽ അപ്പോൾ ദൈവം ഒരു നമ്മുടെ അടിമയായിട്ട് മാറില്ലേ? ദൈവമല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം ദൈവം ചെയ്തു തരാൻ ഇരിക്കുകയാണെങ്കിൽ ദൈവം അടിമയാകും. ദൈവം അടിമയല്ല, ഉടമയാണ്, നമ്മുടെ ജീവൻ്റെ ഉടമയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇല്ലേ, നമുക്ക് നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവിതത്തിനും ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ തരിക. നമുക്ക് വേണ്ടതെല്ലാം തരികയല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ളതെല്ലാം തരും, ആവശ്യമുള്ളതേ തരൂ. ചുരുക്കത്തിൽ ലിറ്റർജി എങ്ങനെ സജീവമാകാം, അതിലൂടെ നമ്മുടെ രക്ഷ എങ്ങനെ ആസ്വദിക്കാം എന്നാണ് ഈ ഖണ്ഡികയിൽ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചിലരൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അത് കുറ്റപ്പെടുത്തലല്ല, നമുക്ക് ആ തിരുത്തലുകൾ സംഭവിച്ചാലേ നമുക്ക് സഭയോട് ചേർന്ന്, കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന്, പരിശുദ്ധ റൂഹായോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ലിറ്റർജി ആകുമെന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ആ സെൻസിൽ തന്നെ, ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.